പ്രൊഫസർ എ ജി ജോർജ്, നോക്കൂ, ഇന്ന് കോഴിക്കോട്ട് നടത്തിയ രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എം വി ഗോവിന്ദൻ പറയുന്നത് ഈ ഹവാല എന്നുള്ളതൊക്കെ ED കെട്ടുകഥയാണ്, ED പടച്ചു വിടുന്നതാണ്, ഒരു തെളിവുമില്ല, അത്തരത്തിലൊരു രേഖയുമില്ല. യഥാർത്ഥത്തിൽ ഇത് ആളുകളെ മൊത്തം കബളിപ്പിക്കുന്ന ഒരു ഏർപ്പാടല്ലേ CPM ഈ ഘട്ടത്തിലും ഈ കാലഘട്ടത്തിലും നടത്തിക്കൊണ്ടിരിക്കുന്നത്? നിലവേ എനിക്ക് ബഹുമാനപ്പെട്ട മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി ശ്രീ എം വി ഗോവിന്ദനോട് ഒരു സാമൂഹ്യ നിരീക്ഷകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ സഹതാപം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് ചില ക്യാപ്സ്യൂളുകളൊക്കെ കൊടുത്ത് പാർട്ടി ഓഫീസിൽ നയിക്കുന്നതല്ലാതെ അദ്ദേഹം ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മറ്റാർക്കോ വേണ്ടി കുരിശു വഹിക്കുന്ന, മുൾക്കിരീടം വഹിക്കുന്ന ഒരു പാർട്ടി സെക്രട്ടറിയായി മാറിയിരിക്കുന്നു എന്ന് വേണം നിലീമയെ കാണാൻ. ഇതിനകത്തെ പ്രധാനമായിട്ടുള്ള കാര്യം, കാതലായിട്ടുള്ള വിഷയങ്ങളിലൊന്നും അദ്ദേഹം അഭിസംബോധന ചെയ്ത് ഉത്തരം പറയാൻ അദ്ദേഹത്തിന് യുക്തിസഹജമായിട്ടോ രാഷ്ട്രീയമായിട്ടോ ബൗദ്ധികമായിട്ടോ കഴിയുന്നില്ല എന്ന് കേരളത്തിലെ പൊതുസമൂഹം ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അദ്ദേഹം ഇന്ന് ഈ പറയുന്ന പൊതുസമ്മേളനത്തിൽ സംസാരിച്ചത് ആർക്കു വേണ്ടിയാണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി, CPM-ന് വേണ്ടിയാണോ, അതോ പിണറായി വിജയൻ ഉൾപ്പെടുന്ന കുടുംബത്തിന് വേണ്ടിയാണോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. നീലിമയ്ക്കറിയാമല്ലോ, നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളപ്പോൾ പലവട്ടമായി ഇതിന്റെ ഉന്നത നേതാക്കന്മാർ പറഞ്ഞത് തായ്ക്കണ്ടി ഈ പറയുന്ന പിണറായി വിജയന്റെ മകൾ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളിന്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെടേണ്ട ആവശ്യം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല എന്ന് പറയുന്ന ഒരു ഘട്ടം നമ്മളെല്ലാവരും കേട്ടതാണ്. അപ്പോൾ തായ്ക്കണ്ടി വീണ അല്ലെങ്കിൽ വീണ തായ്ക്കണ്ടിക്ക് വേണ്ടി മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വഴിവിട്ട് ഒന്നും ചെയ്യേണ്ടതില്ല എന്ന് പലവട്ടം പറഞ്ഞത് നീലിമയ്ക്ക് ഒക്കെ മനസ്സിലായിട്ടുള്ള കാര്യമാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്ന LDF-ന്റെ പ്രതിനിധിയുടെ പറയുന്നു ഇതൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സൃഷ്ടിയാണ് എന്നുള്ളതാണ്. ഒരൊറ്റ ചോദ്യമേ എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. വളരെ കൃത്യമായിട്ടുള്ള രേഖകളാണല്ലോ കേന്ദ്ര ഗവൺമെന്റിന്റെ അന്വേഷണ ഏജൻസിയായ ഭരണഘടനാ പ്രകാരം നിയമിതമായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒന്നിലധികം ആരോപണങ്ങൾ. ഒന്ന്, ഞാൻ ആവർത്തിക്കുന്നില്ല, തുടക്കത്തിൽ ഇവിടെ SIFO എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കൊണ്ടുവന്ന ഈ CMR-ലുമായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള ഒരു അന്വേഷണവും അവരുടെ ഫൈൻഡിംഗ് ഉണ്ട്. അതിനുശേഷമായി ഇൻകം ടാക്സ് നടത്തിയിട്ടുള്ള ഒരു ഫൈൻഡിംഗ് ഉണ്ട്. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഈ പറയുന്ന ED ഉൾപ്പെടെയായിട്ടുള്ള ഏജൻസികൾ കണ്ടെത്തിയ ചില ഫൈൻഡിങ്സുകളൊക്കെ ഉണ്ട്. അതൊക്കെ രേഖാമൂലമായി റെക്കോർഡ് ചെയ്തിരിക്കുന്നതായ കാര്യങ്ങളാകുമ്പോൾ അതിനെല്ലാം നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വസ്തുതാപരമായി നിങ്ങൾ പ്രതിരോധിക്കുക. അത് ഏജൻസി കേന്ദ്ര ഗവൺമെന്റ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ രാഷ്ട്രീയമായി അതിനെ വിശദീകരിക്കാൻ അല്ലെങ്കിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് വളരെ ബാലിഷ്യമാണ് എന്ന് പറയേണ്ടതായിട്ടിരിക്കുന്നു. തുടർന്ന് നിലവിൽ ഒരു കാര്യം ഓർക്കണം, ഇവിടെ 85 ലക്ഷം രൂപ കേന്ദ്ര യാതൊരു അനുവാദവും ഇല്ലാതായി ഈ ഹവാല, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന ഹവാല ഇടപാടിലൂടെ ഈ പറയുന്ന വീണ വിദേശ രാജ്യത്തേക്ക് കടത്തി എന്നുള്ളത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വസ്തുതാപരമായിട്ട് ഇവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് യാതൊരു കാര്യവും സംശയവുമില്ല. അതിന് തുടക്കമാണല്ലോ 2.28 കോടി രൂപ 7-8 കോടി രൂപ യാതൊരു സേവനവും ഇല്ലാതെ ഈ പറയുന്ന എക്സാലോജിക് എന്ന് പറയുന്ന ഒരു മാസ്മരിക കമ്പനി വഴിയായി അവർ സ്വീകരിച്ചതായി രേഖകൾ കാണുന്നത്. അതിനുശേഷം നിലീമ നമ്മളെയൊക്കെ ഞെട്ടിപ്പിച്ചതല്ലേ ഒരു കടലാസ് കമ്പനി, അതായത് ഈ പറയുന്ന നിഖിൽ എന്തോ ഇന്ത്യ കോർപ്പറേഷൻ എന്ന് പറഞ്ഞ് കോഴിക്കോട് ഒരു ഓഫീസിൽ അതേ വേദിയിൽ നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്താണ്. 24 മണിക്കൂർ മുമ്പ് ഒരു കള്ള കമ്പനി ഉണ്ടാക്കി, ഞാൻ അങ്ങനെ തന്നെ ആവർത്തിക്കുന്നു, ഒരു കള്ള കടലാസ് കമ്പനി ഉണ്ടാക്കി ഒരു മെഡിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്നും പറഞ്ഞ് ഏതോ ഒരു ഡോക്ടറുടെ പാർട്ട്ണർഷിപ്പ് എടുത്തുകൊണ്ട് ഒരു വെള്ളക്കടലാസിൽ ഒരു മുറിയുടെ മുമ്പിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു കമ്പനി നടത്തിയതിനെ സംബന്ധിച്ച് ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിയായി വന്നിരിക്കുന്ന ശ്രീ ബിജി എബ്രഹാമിന് എന്താണ് മറുപടി പറയാനായിട്ടുള്ളത്? ഒടുവിലായിട്ടുള്ള ഒരു വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത്
ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന ദേശീയ കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ആയിട്ടുള്ള നമ്മുടെ മുൻ മന്ത്രിയായിട്ടുള്ള നിയാസിനെ തൊട്ടപ്പോഴാണ് പാർട്ടിക്ക് പൊള്ളിയിരിക്കുന്നത്. നിയാസ് എല്ലാം ഈ കൂട്ടുകച്ചവടത്തിന്റെ പങ്കല്ലേ? പിണറായി വിജയൻ എന്ന് പറയുന്ന പിതാവ്, അദ്ദേഹത്തിന്റെ മകളായിട്ടുള്ള വീണയുടെ ഭർത്താവായിരിക്കുന്ന ഈ പറയുന്ന നിയാസ്, ഇതെല്ലാം ഒരു കുടുംബമല്ലേ? ആ കുടുംബബന്ധം ആരും തള്ളിപ്പറയാനായി സാധ്യമല്ലല്ലോ. അപ്പൊ ഈ ഇടപാടുകളൊക്കെ നടത്തുമ്പോൾ ഞാനും നിലീമയൊക്കെ ഉള്ള സാധാരണക്കാര് ഈ കുടുംബത്തിനകത്ത് നടന്നിട്ടുള്ള ഈ തട്ടിപ്പുകളെ സംബന്ധിച്ച് അന്വേഷിക്കുമ്പോൾ കുടുംബത്തിൽ തുള്ളലുണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ എന്താണ്? എന്റെ കൈകൾ ശുദ്ധമാണ്, എന്റെ മകളുടെ കൈകൾ ശുദ്ധമാണ്, എന്റെ മകളായതുകൊണ്ട് വേട്ടയാടപ്പെടുകയാണ്. ഈ മകളല്ലേ ഒരു സ്വാശ്രയ കോളേജിൽ ബിടെക്കും പാസ്സായിട്ട് നേരെ ബംഗളൂരിൽ പോയി ഒരു സ്വയംഭരണ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു സ്ഥാപനം തുടക്കിയത്? അന്നേരമൊക്കെ എന്താ ഇതിന് അന്നേരം പറഞ്ഞു എന്റെ ഭാര്യയുടെ അമ്മയുടെ പെൻഷൻ പണം കൊണ്ടാണെന്ന്. അപ്പോഴാണോ ഈ 2.78 കോടി CMRL എന്ന് പറയുന്ന കർത്തായിൽ നിന്ന് യാതൊരു സേവനവും പറ്റാതെ നേടി എന്നുള്ളത് സംശയാതീതമായി പുറത്തു വന്നത്? ഈ തരം കള്ളത്തരങ്ങളൊന്നും ഇനിയും അധിക നാളും മൂടി വയ്ക്കാൻ സാധ്യമല്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ ഏജൻസികൾ സമയബന്ധിതമായി വളരെ കൃത്യമായി നിയമാനുസൃതമായി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അന്വേഷണം നടത്തും. അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. സഖാവ് പിണറായി വിജയൻ അന്വേഷണം അതിന്റെ ഒരു വലിയ ഘട്ടത്തിലേക്ക് കടക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ CPM ഹാലിളകുന്ന ഒരു അവസ്ഥ ഉണ്ടായതും രാഷ്ട്രീയ വിശദീകരണ യോഗം ചേർത്ത് സഖാക്കളെ പിടിച്ചു നിർത്താൻ നോക്കുന്നതും.